ഞാനും എൻ്റെ തോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജ്, ആ പേജിലെ ഇൻഫ്ലുവൻസർ അവരുടെ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിൽ അവർ പറയുന്നത് ഡ്രസ്സ്, സ്ത്രീകളുടെ ഡ്രസ്സ് എന്നുള്ളതല്ല, ആണിൻ്റെ മനസ്സ് ആണ് മാറേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അത് മാത്രമൊന്നുമല്ല, ആണിൻ്റെ മനസ്സ് മാത്രമല്ല പെണ്ണിൻ്റെ ഡ്രസ്സിനും ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന സാധനം അതാണ്, മോശമായി സ്ത്രീകളോട് മോശമായി ആളുകൾ സമീപിക്കുന്നത് അവരുടെ ഡ്രസ്സിങ് കാരണമാണെന്ന് ഇപ്പോഴും ആളുകൾ പറഞ്ഞെടുക്കുക. പർദ്ദയിട്ട ബുർക്കയിട്ട സ്ത്രീകളും ഇവിടെ മോശമായ അനുഭവം നേരിടുന്നുണ്ട് എന്ന് പറയുമ്പോഴും അവർ പറയുന്ന സ്ത്രീകളുടെ ഡ്രസ്സിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ. അപ്പം ഞാനൊന്ന് പറയട്ടെ, ഇവിടെ മോശമായി അനുഭവങ്ങൾ നേരിടുന്നതൊക്കെ ഡ്രസ്സിങ്ങിൻ്റെ പേരിലാണെന്നല്ല നിങ്ങൾ പറയുന്നത്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് മദ്രസകളിലേക്ക് നിങ്ങളെ കുട്ടികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിടുമ്പോൾ ബുർക്കടിക്കാത്തത്? ആൺകുട്ടികളോട് ഇട്ട ബുർക്കാണ് എത്ര മദ്രസ ഉസ്താദന്മാരെ ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വല്ല പഞ്ഞുണ്ട്, ഒരു പഞ്ഞില്ല. ധാർമ്മികതയുടെ മൊത്തക്കച്ചവടക്കാരായ മുസ്ലിങ്ങളുടെ മതപഠന സ്ഥാപനത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്തിന്? കുട്ടികളോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ പേരിൽ, ലൈംഗികമായി ചൂഷണം ചെയ്തതിൻ്റെ പേരിൽ. എന്നിട്ട് നിങ്ങൾ വേറെ ആരെങ്കിലും ബുർക്കടിക്കുന്നുണ്ടോ? ഈ കുട്ടികളെ പള്ളി ദർസിൽ മോലാരുട്ടികൾ മോശമായ അനുഭവം നേരിടുന്നുണ്ട്. അത് അവരുടെ സീനിയേഴ്സിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന് എന്ന് മാത്രമല്ല ആ പള്ളിയിൽ വരുന്ന ചില കഴപ്പന്മാരിൽ നിന്ന്. എന്നിട്ട് ഈ കുട്ടികളുടെ അനുഭവങ്ങൾ പുറത്ത് എത്രയോ എത്തിയില്ലേ? എന്നിട്ട് നിങ്ങൾ അവരെ ബുർക്കടിച്ചു. ആദ്യം ബുർക്കടിച്ച് നോക്കി, ഇവരൊക്കെ ഒന്ന് ബുർക്കടിച്ചിട്ട് ഈ പീഡനത്തിന് വല്ല കമ്മിയുണ്ടോ നോക്കി. എന്നിട്ട് പിന്നെ കമ്മിയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മതപരമായ ഒരു സമീപനം തരുന്നത് എനിക്കറിയാം, പെരയിലിരുത്തുക അല്ലേ? അതാണ് അതിൻ്റെ ഒരു ശരി മതപരമായി നോക്കുമ്പോഴേ. കാരണം സ്ത്രീകൾ നഗ്നരായി നടക്കും എന്നാണ് പൊതുവേള ബേജാറ് അല്ലേ, മതമില്ലാതെയായ. അപ്പം ഇനി അത് മറക്കാൻ ഒരു 2 പീസ് ആയാലും മതിയെന്ന് ചോദിച്ചാൽ 2 പീസ് പോലെ കുറച്ചും കൂടി മേലൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പം ഇങ്ങനെ ഡ്രസ്സിൻ്റെ അളവ് കൂടി വരുമ്പോൾ അതൊന്നും പോരെ, പർദ്ദ തന്നെ ആയിക്കോട്ടെ. പർദ്ദ ആകുമ്പോൾ പറയും അല്ലാതെ പോരാ, ബുർക്കാകുമ്പോൾ അതിൻ്റെ ഒരു ശരിയുള്ളൂ അല്ലേ, മൊത്തത്തിലാണ് മറിച്ച് കിടണം. ഇതിനകത്തല്ല, ബുർക്കയാണെങ്കിലും മോശം അനുഭവങ്ങൾ നേരിടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അല്ല, ഓൾക്ക് ഏറ്റവും ഉത്തമ വീടിൻ്റെ ഉള്ളിലാണ്. ഓല് വീട്ടിലിരിക്കട്ടെ, ആണുങ്ങളുണ്ടല്ലോ പുറത്ത് പോകാൻ അല്ലേ. അതാണല്ലോ ഇപ്പോൾ നമ്മൾ അഫ്ഗാനത്തെയൊക്കെ സംഭവം. അപ്പോൾ ആ രീതിയിലായി മാറാണ് അവസാനം ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ പള്ളി ദർസിലും മദ്രസിലും പോണ കുട്ടികൾ ഈ രീതിയിൽ നിങ്ങൾ വെള്ള ബുർക്കിയിലിടിയും, ആ വെള്ള കറുപ്പ് ഏത് ബുർക്കിയിലാണ് ആൺകുട്ടികളെന്നിടി. എന്നിട്ടും അവർ ഈ ദുരനുഭവം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേരൻ്റെ ഉള്ളിലാണ് പൂട്ടിയിടി. അല്ലെങ്കിൽ വേറെ മാർഗമുണ്ട്. മദ്രസയിലാണല്ലോ പ്രശ്നം, ദർസിലാണല്ലോ പ്രശ്നം, ധാർമ്മികതയുടെ മൊത്ത കച്ചവടക്കാരടുത്താണ് ഈ പ്രശ്നം. അതും സ്കൂളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ കൂടുതലാണിത്. അപ്പോൾ മദ്രസ ഒഴിവാക്കുക, സ്കൂളുകളെ കുട്ടികളെ ഓൺലൈനിൽ ഇപ്പോൾ കണ്ടമാനം മദ്രസയായിട്ടും ദർസായിട്ടൊക്കെ കിട്ടാനുണ്ടല്ലോ, പോലെ അങ്ങനെ പഠിച്ചോട്ടെ. എന്താ നിങ്ങളുടെ അഭിപ്രായം?